ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം കോടതി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തെയും വിക്രത്തിനെയും കാത്തിരിക്കുന്നത് വക്കീൽ നോട്ടീസായിരുന്നു. ഓരോരുത്തരും അത് മാറി മാറി വായിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് പഴയ ഒരു സംഭവം വിക്രം ഓർത്തെടുക്കുന്നുണ്ട്. ഒരു പേപ്പർ അത് വായിക്കാൻ ശ്രമിക്കുന്ന വേദയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഓടുന്ന വിക്രം. വിക്രം പറഞ്ഞിട്ട് എഴുതിയതാ അമ്മേ എന്ന് വേദ പറയുമ്പോൾ, എന്നാൽ അത് വായിക്കേ എന്ന് കമലയും പറയുന്നു. രണ്ടുപേരും അടിപിടി കൂടുന്നു. ഇതൊക്കെ കണ്ട് ചിരിച്ചു നിൽക്കുന്ന കമല ഇതൊരു സ്വപ്നം പോലെ മാഞ്ഞുപോയി. വേദ ഒരു തിരുമേനിയെ കണ്ടപ്പോൾ ആ തിരുമേനി പറഞ്ഞതും ചില വിധികളെ നമ്മൾ മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല, ഈശ്വരൻ നിശ്ചയിക്കണം എന്ന്. പിന്നീട് വേദയും കമലയും അമ്പലത്തിൽ വെച്ച് കാണുന്നു. അമ്മേ എന്ന് വിളിച്ച് വേദ ഓടി അരികിലേക്ക് വരുമ്പോൾ കമല പറയുന്നത്, മോളും വിക്രമുമായിട്ടുള്ളത് എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ബന്ധം വേർപെടുത്താനുള്ള തലത്തിൽ വരെ വളർന്നു എന്ന് മോൾ അയച്ച നോട്ടീസ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് എന്ന്. അത് പറയുമ്പോൾ വേദ ഞെട്ടുന്നു. ശ്രീകാന്ത് പണി തുടങ്ങി എന്ന് മനസ്സിലാക്കിയ വേദ നേരെ വീട്ടിലേക്ക് വന്ന് ശ്രീകാന്തിന്റെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. റൂമിൽ ശ്രീകാന്ത് ഉണ്ടായിരുന്നു. വേദയെ ഒട്ടും ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല. വേദ ശ്രീകാന്തിന് നേരെ വന്ന് വീട്ടിലേക്ക് നോട്ടീസ് അയച്ചോ, ആരോട് ചോദിച്ചിട്ടാ അയച്ചത് എന്ന് ചോദിക്കുന്നു. നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ചതാണല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ, ഇല്ലെങ്കിൽ മാഷിനും വിക്രത്തിനുള്ള അനുഭവം അറിയാലോ എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശ്രീകാന്ത്. പിന്നീട് വിക്രം ഇലക്ഷൻ വർക്കിന് പുളിക്കനെയും കൂട്ടി ഇറങ്ങുന്നു. അന്നേരം കമല വിക്രമിനോട് പറയുന്നത്, ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് വേദയെ കണ്ടിരുന്നു. വേദ അറിഞ്ഞിട്ടല്ല ആ നോട്ടീസ് വന്നത് എന്നാണ് അവളുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്ന്. ഇത് പുലിക്കനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിന് ഒന്നും പറയാൻ പറ്റിയില്ല. വിക്രം ആകെ സംഘർഷത്തിലാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം അച്ഛനോടുള്ള വാക്കു പാലിച്ച് വേദയെ തിരിച്ചു കൊണ്ടുവരാൻ. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.